അപ്പോൾ പ്രിയപ്പെട്ടവരെ, മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കൽ വിവാദം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുകയാണ് കേട്ടോ. ഈ വിഷയത്തിൽ PK ഫിറോസിന്റെ വാദങ്ങൾ പൊളിയുന്നു എന്നാണ് ഞങ്ങളുടെ കോഴിക്കോട് മലപ്പുറം ബ്യൂറോകൾ പറയുന്നത്. ഈ വിഷയം ഇപ്പോൾ ലീഗ് ഏറ്റെടുക്കാനില്ല. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് UDF സർക്കാരിന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്തുവരുന്നു. ഭൂമിയുടെ വില നിർണയം മുതൽ ഭരണാനുമതി വരെ നൽകിയത് UDFന്റെ കാലത്താണ്. സ്ഥലമേറ്റെടുക്കാൻ 25 കോടിയുടെ ഭരണാനുമതി നൽകിയതും UDF സർക്കാരാണ്. VS രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, ഇപ്പോൾ പുറത്തുവിടുന്ന വിവരങ്ങൾ PK ഫിറോസ് പറയുന്നത് പോലെയല്ല. ഒരുപക്ഷെ അതുകൊണ്ടാവാം ലീഗ് നേതൃത്വം ഈ വിഷയം സഭയിൽ ഏറ്റെടുത്ത് അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവരാനോ ഒന്നുമല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം വിളിക്കാൻ പോലും ലീഗ് നേതാക്കൾ തീരുമാനിച്ചിട്ടില്ല. അത് PK ഫിറോസ് കൊണ്ടുവന്നതാണ്. PK ഫിറോസ് വിശദീകരിച്ചോട്ടെ എന്ന് പറയുന്നു. ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാം ചെയ്തു വെച്ചത് UDF സർക്കാരിന്റെ കാലത്താണ്. LDF സർക്കാർ അത് തുടർന്ന് LDF സർക്കാരും ഇത് ആരംഭിച്ച UDF സർക്കാരും ഒരുപോലെ ഈ കേസിൽ പെട്ടു നിൽക്കുന്നു എന്ന് പറയാൻ കഴിയുമോ? കാരണം അതിൻ്റെയൊക്കെ ബെനിഫിഷ്യറികളെ ഗുണഭോക്താക്കളായിട്ട് ഇരുപക്ഷത്തുള്ളവരും മാറി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ PK ഫിറോസ് നടത്തുന്ന ഈ പോരാട്ടം ലീഗ് ഏറ്റെടുക്കാൻ സാധ്യതയില്ല. ഒരുപക്ഷെ ജലീൽ നടത്തുന്ന പോരാട്ടം CPM ഏറ്റെടുക്കാൻ സാധ്യതയില്ല. PK ഫിറോസും ജലീലും തമ്മിൽ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ നമ്മൾ പുറത്തുവിടുന്ന രേഖകൾ ഇപ്പോൾ PK ഫിറോസിനെതിരാണ്, അല്ലേ VS രഞ്ജിത്ത്? ഡോക്ടർ അരുൺ, തീർച്ചയായിട്ടും നമ്മൾ PK ഫിറോസിന്റെ വാദങ്ങൾ പൊളിയുന്നു എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, അദ്ദേഹത്തിന്റെ വാദങ്ങളിലുള്ള ഏറ്റവും കഴമ്പുള്ളൊരു കാര്യം ആദ്യം പറയാം. ഇതൊരു റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം PK ഫിറോസും KT ജലീലും പറയുന്നതൊക്കെ അനുസരിച്ച് ഇതിനകത്തുള്ള ഉള്ളുകള്ളികൾ പരിശോധിക്കുമ്പോൾ ഫിറോസ് പറയുന്നതിനനുസരിച്ച് ഒരു റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ് ഇവിടെ നടന്നിട്ടുണ്ട്. എന്താണ് റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ്? സർക്കാർ ഒരു ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നു. ആ തീരുമാനിച്ച ഭൂമി ഒരു പറ്റം ആളുകൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുകയും അത് സർക്കാരിൽ നിന്ന് വലിയ വില ഈടാക്കുകയും ചെയ്യുന്നു. 2000 രൂപയ്ക്കും 6000 രൂപയ്ക്കുമൊക്കെ ഭൂമി വാങ്ങി 1,60,000 രൂപ ആ ഭൂമിക്ക് വേണ്ടി സെന്റിന് കൈപ്പറ്റുന്നു. ഇതൊരു റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണ് എന്ന് പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് തന്നെ ബോധ്യപ്പെടും. അതുകൊണ്ട് ഫിറോസ് ഉന്നയിച്ച ആരോപണം അഴിമതി ആരോപണം നിലനിൽക്കുന്നതാണ്. പക്ഷേ ആ അഴിമതി ആരോപണത്തിന്റെ മുന ചെന്നുകൊള്ളുന്നത് LDFിൽ മാത്രമല്ല, അത് UDFിന് കൂടി ബാധകമാണ്. ഇപ്പോൾ എങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പുകൾ നടക്കുക? ഒരു ഭൂമി വാങ്ങാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു എന്നുള്ള വിവരം ഭൂമാഫിയ ആദ്യം അറിയണം. ഭൂമാഫിയ അറിഞ്ഞ് അത് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കൂട്ടണം, എന്നിട്ട് സർക്കാരിന് കൊടുക്കണം. അങ്ങനെ ഭൂമാഫിയ ഈ വിവരം അറിയണമെങ്കിൽ സർക്കാർ ഈ ഭൂമി വാങ്ങാൻ താല്പര്യപ്പെടുന്നു എന്നുള്ള വിവരം അവരറിയണം. അപ്പോൾ എപ്പോഴാണ് ഈ സർക്കാർ ഈ ഭൂമി വാങ്ങാൻ തീരുമാനിക്കുന്നത്? അത് UDF സർക്കാരിന്റെ കാലത്താണ്. ഭൂമി വാങ്ങാൻ സർക്കാർ തീരുമാനിക്കുന്നത് UDF സർക്കാരിന്റെ കാലത്താണെങ്കിൽ ആ കാലത്ത് തന്നെ ഭൂമാഫിയ ഈ വിവരം അറിഞ്ഞിട്ടുണ്ടാവണം. ഭൂമാഫിയ അന്ന് ഈ വിവരം അറിഞ്ഞതുകൊണ്ടാണ് കുറഞ്ഞ വിലയ്ക്ക് അവർ അതവിടെ വാങ്ങിക്കൂട്ടാനും പിന്നീട് സർക്കാർ ഏറ്റെടുക്കുമ്പോൾ കൂടിയ വില അവർക്ക് കിട്ടാനും കാരണമായത്. അപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആരാണ് ഭൂമി വാങ്ങാൻ ആദ്യം താല്പര്യം കാണിച്ചതും? ഇന്നലെ PK ഫിറോസ് പറഞ്ഞു ഈ മാങ്ങാട്ടിരിയിലെ ഭൂമി മാത്രമല്ല, ആദവനാട്ട് ഭൂമി വാങ്ങാനും ഒരു ജിയോ ഉണ്ടായിരുന്നു. ആദവനാട്ട് ഭൂമി വാങ്ങാനുള്ള ജിയോ പിന്നീട് ക്യാൻസലായി. അവിടെ തഹസിൽദാർ പരിശോധന നടത്തുകയും സർവേ നടത്താൻ പോലും നാട്ടുകാർ സമ്മതിക്കാതെ അവിടെ സമരം നടന്നപ്പോൾ ആ ജിയോ ക്യാൻസലാവുകയും പിന്നീട് ഇതിൻ്റെ ഒരു ഇടപാടിൻ്റെ തുടക്കമെന്ന് പറയുന്നത് 2014 ജൂൺ മാസത്തിൽ അവിടുത്തെ VC ആയിട്ടുള്ള ജയകുമാർ സർക്കാരിന്, അതായത് ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്തെഴുതുന്നു. C മമ്മൂട്ടി MLA, തിരൂർ MLA ആണ്, ലീഗിൻ്റെ MLA ആണ്. C മമ്മൂട്ടി MLA ഒരു 6 ഏക്കർ 80 സെന്റ് ഭൂമി, 6 ഏക്കർ 80 സെന്റ് ഭൂമി C മമ്മൂട്ടി MLA കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ആ ഭൂമി പരിശോധിച്ചു, ആ ഭൂമി ഏറ്റെടുക്കാൻ കൊള്ളാവുന്നതാണ് എന്ന ആദ്യത്തെ കത്ത് 2014 ജൂൺ മാസത്തിൽ എഴുതുന്നു. അത് കഴിഞ്ഞ് ഒരു മാസം കൂടി കഴിഞ്ഞ് 2014 ജൂലൈ മാസത്തിൽ VC തന്നെ മറ്റൊരു കത്ത് കൂടി എഴുതുന്നു. അതിന് തൊട്ടടുത്തായി ഒരു 4.33 ഏക്കർ ഭൂമി കൂടിയുണ്ട്. ആ ഭൂമിയും നല്ലതാണ്. അങ്ങനെ ചേർന്ന് ഒരു 11 ഏക്കർ ഭൂമി നമുക്ക് അവിടെ ഏറ്റെടുക്കാൻ പറ്റും. അതിനുള്ള ഉത്തരവ് തരണം. മാത്രമല്ല ആ ഏരിയയിൽ കുറച്ചുള്ള ഭൂമി ചതുപ്പാണ്, അത് തരം മാറ്റാനുള്ള അനുമതി കൂടി തരണം. ഇങ്ങനെ 2 കത്തുകൾ VC എഴുതുന്നുണ്ട്. VC എഴുതിയ ആ 2 കത്തുകളും C മമ്മൂട്ടി MLAയുടെ താല്പര്യപ്രകാരം എഴുതിയ കത്തുകളാണ്. അങ്ങനെ C മമ്മൂട്ടി MLA ആ VC കത്തയക്കുന്നു. അതിനുശേഷം സർക്കാർ ചെയ്യുന്നത് അവിടുത്തെ തഹസിൽദാർ ചുമതലപ്പെടുത്തുന്നു. തഹസിൽദാർ അവിടെ കണ്ടെത്തുന്നത് 17 ഏക്കർ ഭൂമിയാണ്. ആ ഭൂമിക്കാണ് ഭരണാനുമതി കൊടുത്തത്. ആ ഭൂമിയുടെ വിലയാണ് നിശ്ചയിച്ചത്. വില നിശ്ചയിച്ചതും ഭരണാനുമതി കൊടുത്തതും ഈ 17 ഏക്കർ കണ്ടെത്തിയതുമൊക്കെ UDF സർക്കാരിന്റെ കാലത്താണ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് മാഫിയ ആ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ ഉത്തരവാദിത്വം UDFനാണ്.
ഓക്കെ, താങ്ക് യു. വി എസ് സഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. ചുരുക്കത്തിൽ ആ പോരാട്ടം കുറച്ചു കാലം കൂടി തുടരും. ഇത് ആരവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇത് പി കെ ഫിറോസ് തുടർന്നുകൊണ്ടിരുന്നാൽ ലീഗ് നേതൃത്വവും വെട്ടിലാവും. കെ ടി ജലീൽ ഇത് തുടർന്നുകൊണ്ടിരുന്നാൽ ഇത് തുടരാൻ തീരുമാനിച്ച CPM-ന്റെ കാലത്ത് റിയൽ എസ്റ്റേറ്റിന് താല്പര്യമുണ്ടായിരുന്ന അതിന്റെ ഗുണഭോക്താക്കളായിരുന്നവരും വെട്ടിലാവുന്ന സാഹചര്യമുണ്ടാവും. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, മലയാളം സർവകലാശാല തുടങ്ങാൻ തീരുമാനിച്ചത് സതുദ്ദേശത്തോടു കൂടിയാണെങ്കിലും അത് നടപ്പാക്കാൻ തീരുമാനിച്ചതിന് പിന്നിൽ ചില റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ വിവാദങ്ങളുടെ രത്നച്ചുരുക്കം. അതിൽ ലീഗ് നേതൃത്വത്തിന് UDF-ന് പങ്കുണ്ട്. LDF അത് തുടരാൻ തീരുമാനിച്ചതിലും അതിൽ ചില പങ്കുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് താല്പര്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.